സുമുഖനായ ഒരു യുവാവ്, വശ്യമായ പുഞ്ചിരിയും ബുദ്ധിപരമായ സംസാരവും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. ഒരുപക്ഷെ അമേരിക്കയുടെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നിയമ വിദ്യാർത്ഥി. എന്നാൽ ഈ സൗമ്യതയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ഭീകരനായ ഒരു നരഭോജിയായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. ഇരകളെ വേട്ടയാടാൻ തൻ്റെ സൗന്ദര്യവും ബുദ്ധിയും ആയുധമാക്കിയ, മൃതദേഹങ്ങളോട് പോലും സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറിയ ആ സെലിബ്രിറ്റി കൊലയാളിയുടെ ഞെട്ടിക്കുന്ന കഥ തുടങ്ങുന്നത് വലിയൊരു നുണയിൽ നിന്നാണ്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ആയിരത്തി 1946 വെർമോണ്ടിയിലെ ഒരു അഭയകേന്ദ്രത്തിലാണ് തിയഡോർ റോബർട്ട് കോവൽ ജനിക്കുന്നത്. ബാല്യകാലത്ത് ടെഡ് വിശ്വസിച്ചിരുന്നത് തൻ്റെ മുത്തശ്ശന്മാർ മാതാപിതാക്കളാണെന്നും സ്വന്തം അമ്മ തൻ്റെ മൂത്ത സഹോദരിയാണെന്നുമാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ കുടുംബ രഹസ്യം തിരിച്ചറിഞ്ഞത് ടെഡിൻ്റെ മാനസിക നിലയെ തകർത്തു. അച്ഛനാരെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കാത്തതും തൻ്റെ ജനനം ഒരു അവിഹിത ബന്ധത്തിലാണെന്ന തിരിച്ചറിവും അയാളിൽ സമൂഹത്തോടുള്ള പക വളർത്തി. അമ്മ പിന്നീട് ജോണി ബണ്ടി എന്നയാളെ വിവാഹം കഴിച്ചതോടെയാണ് അയാൾ ടെഡ് ബണ്ടിയായി മാറിയത്. പഠനത്തിൽ മിടുക്കനായിരുന്ന ടെഡിന് കോളേജ് കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രണയ തകർച്ച അയാളിലെ കൊലയാളിയെ ഉണർത്തിയെന്നാണ് കരുതപ്പെടുന്നത്. സുന്ദരിയായ ആ കാമുകി അയാളെ ഉപേക്ഷിച്ചു പോയത് ഒരു വലിയ മുറിവായി മാറി. പിന്നീട് ടെഡ് കൊന്നൊടുക്കിയ മിക്ക പെൺകുട്ടികൾക്കും ആ കാമുകിയുമായി അവിശ്വസനീയമായ രൂപസാദൃശ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഓരോ കൊലപാതകത്തിലൂടെയും അയാൾ തൻ്റെ പഴയ കാമുകിയോട് പകരം വീട്ടുകയായിരുന്നു. ബണ്ടിയുടെ രീതികൾ മറ്റേതൊരു ക്രിമിനലിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ശാരീരിക വൈകല്യമുള്ള ആളെപ്പോലെ അഭിനയിച്ച് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് പെൺകുട്ടികളുടെ സഹായം തേടും. പുസ്തകങ്ങൾ കാറിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പെൺകുട്ടികളെ തൻ്റെ വോക്സ് വാഗൺ കാറിനടുത്തെത്തിച്ച് അബോധാവസ്ഥയിലാക്കും. അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായോ ഗവൺമെൻറ് അധികാരിയായോ വേഷം മാറി അവരെ വിശ്വസിപ്പിക്കും. ആ വശ്യമായ ചിരിക്കു പിന്നിൽ മരണമുണ്ടെന്ന് ആ പാവം പെൺകുട്ടികൾ അറിഞ്ഞിരുന്നില്ല. കൊലപാതകത്തിന് ശേഷവും ബണ്ടിയുടെ വൈകൃതങ്ങൾ അവസാനിച്ചിരുന്നില്ല. കാടിനുള്ളിലോ വിജനമായ സ്ഥലങ്ങളിലോ ഉപേക്ഷിച്ച മൃതദേഹങ്ങൾ അയാൾ വീണ്ടും സന്ദർശിക്കുമായിരുന്നു. അഴുകിത്തുടങ്ങിയ മൃതദേഹങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചിലരുടെ തലകൾ അറുത്തെടുത്ത് തൻ്റെ അപ്പാർട്ട്മെന്റിൽ ട്രോഫികളെ പോലെ സൂക്ഷിക്കുകയും ചെയ്തു. കുറഞ്ഞത് 12 പേരുടെ തലയെങ്കിലും ഇത്തരത്തിൽ അയാൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 30 പെൺകുട്ടികളെ കൊന്നുവെന്ന് അയാൾ സമ്മതിച്ചെങ്കിലും യഥാർത്ഥ സംഖ്യ 100-ലധികം വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. 2 തവണ ജയിൽ ചാടി പോലീസിനെ നാണം കെടുത്തിയ ചരിത്രവും ബണ്ടിക്കുണ്ട്. വിചാരണാവേളയിൽ സ്വന്തം വക്കീലായി സ്വയം വാദിച്ചുകൊണ്ട് അയാൾ ഒരു ഷോ തന്നെ നടത്തി. കോടതി മുറിയിൽ പോലും ആരാധകരെ സൃഷ്ടിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. പല യുവതികളും അയാൾ നിരപരാധിയാണെന്ന് വിശ്വസിച്ച് കോടതിക്ക് പുറത്ത് തടിച്ചുകൂടി. എന്നാൽ ശാസ്ത്രീയ തെളിവുകളും ഇരകളുടെ പല്ലടയാളങ്ങളും അയാളെ കുടുക്കി. ഒടുവിൽ 1989 ജനുവരി 24 ഫ്ലോറിഡയിലെ ജയിലിൽ വച്ച് ഇലക്ട്രിക് ചെയറിൽ ആ കൊടും കുറ്റവാളിയുടെ ആയുസ് അവസാനിച്ചു. പുറത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ പടക്കം പൊട്ടിച്ചും ആർപ്പ് വിളിച്ചും ആ വാർത്ത ആഘോഷിച്ചു. ഒരു മനുഷ്യന് എത്രത്തോളം ക്രൂരനാകാൻ കഴിയുമെന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ടെഡ് ബണ്ടി. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖത്തിന് പിന്നിൽ എത്ര ഭയാനകമായ ഇരുട്ട് ഒളിഞ്ഞിരിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച കറുത്ത അധ്യായം.